ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പാൽ സർബത്താണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് നല്ല ചൂട് സമയമാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നോമ്പ് കാലമാണ്. നോമ്പറക്കണ സമയത്തൊക്കെ വളരെ നല്ലതാണ് നമ്മളിങ്ങനെ ഈ നറുനീണ്ടി വെച്ചിട്ടുള്ള ഈ സർബത്തൊക്കെ ഉണ്ടാക്കി കഴിക്കണത്. അത് നമുക്ക് എന്താ പറയുക, മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നറുനീണ്ടി വളരെ നല്ലതാണ്. അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ. അതേപോലെ തന്നെ നമുക്ക് ചൂട് കൂടുതലായിട്ട് നമുക്ക് ഈ ചൂടുകുരു അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ ഈ നറുനീണ്ടി. അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതൊക്കെ കഴിച്ചാൽ. അതേപോലെ നമുക്ക് രക്തശുദ്ധി ഉണ്ടാവും. നമുക്ക് രക്തശുദ്ധി ഇല്ലാതിരുന്നാൽ തന്നെ മേല് ചൊറിച്ചിൽ അങ്ങനെയൊക്കെയായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിന് ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് രക്തശുദ്ധി ഉണ്ടാവും. ഇങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ് നമ്മുടെ ഈ നറുനീണ്ടി. ആ നറുനീണ്ടി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: ഞാനിവിടെ നറുനീണ്ടിയുടെ സിറപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം എത്ര നമുക്ക് എടുക്കണം എന്നുള്ളത്. പിന്നെ നമുക്ക് പാല് വേണം. തണുത്ത പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാലും വേണം. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ സർബത്ത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഈ നറുനീണ്ടിയുടെ സിറപ്പ് ഞാൻ എടുക്കണത് കാണിച്ചു തരാം. ഒരു 4 സ്പൂണ് നമുക്ക് നന്നായിട്ട് എടുക്കാം. നന്നായിട്ട് 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ പാൽ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് മധുരം കുറവാ തോന്നി, അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഈ സിറപ്പ് ചേർക്കണത് ചെയ്തോളൂട്ടാ. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. നമുക്ക് എന്നാലും ഇനി പാൽ സർബത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളാം. ഈ ചൂട് കാലത്ത് വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോളാം. അങ്ങനെ നമ്മുടെ പാൽ സർബത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഞാൻ ആദ്യമായിട്ട് പാൽ സർബത്ത് കഴിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ മൂത്ത മോൻ അവിടെ തൃശ്ശൂരാണ്. അപ്പം അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പാൽ സർബത്ത് കഴിക്കണത്. പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളും. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.